മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറഞ്ഞത്. പരിശുദ്ധാത്മാവ് ആരാണെന്ന് പറഞ്ഞു. അതിനോട് ചേർന്ന് പരിശുദ്ധാത്മാവിൻ്റെ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള അതിന് ഒരു മൈൻഡുണ്ട്, അതിന് ഇമോഷൻസ് ഉണ്ട്, അതുപോലെ അതിനൊരു വില്ലുണ്ട്, അത് ടീച്ച് ചെയ്യാനായിട്ട് ഏബിളാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. യേശു ക്രിസ്തു അയച്ചത് കാര്യങ്ങൾ പറഞ്ഞു. ഇനിയും അതുമായിട്ട് തുടർന്ന് തന്നെ നമ്മൾ ചിന്തിക്കുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളിലെ തുടർന്നുള്ള അവൻ്റെ ആക്ഷൻസ്, അവൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളൊക്കെയാണ് പറയുന്നത്. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ചില കാര്യങ്ങൾ, ഈസ് പെർഫോമിങ് മിറക്കിൾസ്. അവന് അത്ഭുതങ്ങൾ ചെയ്യും എന്നുള്ളതാണ്. ഒരു വലിയൊരു അത്ഭുതം എടുത്തു പറയാനായിട്ടുള്ള അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിൻ്റെ 39-ാം വാക്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ ഫിലിപ്പോസ് എന്ന് പറഞ്ഞൊരു ശിഷ്യനെക്കുറിച്ച് കാണാം. ഫിലിപ്പോസ് അവിടെ ഒരു ഷണ്ണനെ സ്നാനപ്പെടുത്തിയ ഒരു ഭാഗമാണ് കാണുന്നത്. എന്നാൽ അവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച അത് ആ ഹിസ്റ്ററി ഒന്നുമല്ല. അവിടെ നിന്ന് ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. 8:39 പറയുന്നത് ഇങ്ങനെയാണ്: ഫിലിപ്പോസിനെ ദൈവത്തിൻ്റെ ആത്മാവ് എടുത്തുകൊണ്ടുപോയി എന്ന് പറയാം. ഒരു മനുഷ്യനെ എടുത്തുകൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ അത് ഒരു ആത്മാവിൻ്റെ ചെയ്യുന്നൊരു മിറക്കിളാണ്. ഇപ്പോഴും ആളെ എടുത്തുകൊണ്ട് പോകുന്നതൊന്നും നമ്മൾ കാണുന്നില്ലെങ്കിലും ശരിക്കും ആത്മാവ് ഇപ്പോഴും അനേകം മിറക്കിൾസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മിറക്കിൾസ് നമ്മൾ ഇല്ല എന്ന് പറയേണ്ട, മിറക്കിൾസ് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ ആത്മാവ് ഇൻ്റർസീഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. റോമർ 8:26 ആത്മാവ് ഇൻ്റർസീഡ് ചെയ്യുന്നു. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടതെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ അപേക്ഷിക്കുന്ന അപേക്ഷകൾ, പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിച്ചപ്പോഴേ നമ്മൾ ഈ വാക്യം തന്നെ എടുത്തതാണ്. ചില പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ അപേക്ഷിക്കുന്നത് ദൈവഹിതപ്രകാരമല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം അക്സെപ്റ്റബിളായിട്ടുള്ള രീതിയിൽ നമ്മൾ പറവാനായിട്ട് ആത്മാവ് തുണ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതകൾക്ക് തുണ നിൽക്കുന്നു. ഹീസ് ഹെൽപ്പിങ് അസ് ഇൻ അവർ ഇൻഫർമിറ്റീസ്. നമ്മുടെ കുറവുകൾക്ക്, ബലഹീനതകൾക്ക് തുണ നിൽക്കുകയാണ്. എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതേ രീതിയിൽ ദൈവത്തിന് അക്സെപ്റ്റബിളായിട്ട് അത് പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു മീഡിയേറ്ററായിട്ട് ഒരു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമായി ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെയും നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്, ആത്മാവ് നമുക്ക് വേണ്ടി മീഡിയേറ്ററായിട്ട് നിൽക്കുന്ന ഒരു രംഗമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് അനന്യാസും സഫീറയും കൂടി സ്ഥലം വിറ്റു. അന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ അവർ വിൽക്കുന്ന എല്ലാം കൊണ്ടുവെക്കുന്ന ഒരു പ്രകൃതം ഉണ്ടായിരുന്നു. കാരണം എല്ലാം പൊതുമുതലെന്ന് എണ്ണി അവർ ചെയ്തതാണ്. എന്നാൽ ഇവിടെ കുറച്ച് രണ്ടുപേരും ഭാര്യയുടെ അറിവോടുകൂടി കുറച്ച് പൈസ അവരെടുത്ത് മാറ്റി വെച്ചിട്ട് പത്രോസിൻ്റെ അരിക്കൽ വന്നിട്ട് പത്രോസിനോട് പറയുന്നു, ഇത്രേ ഉള്ളൂ എന്ന് പറയുമ്പോൾ പത്രോസ് പറയുന്ന ഒരു വാക്യമാണ് അപ്പോസ്തലപ്രവൃത്തി 5:3 പറയുന്നത്: അനന്യാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിൻ്റെ വിലയിൽ കുറച്ചെടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയതെന്ത്? പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുക. ഹി ക്യാൻ ബി ലൈഡ് ടു. അവനോട് കള്ളം പറവാനായിട്ട് അല്ലെങ്കിൽ വ്യാജം ചെയ്യാനായിട്ട് പറ്റും. അതെന്താ കാണിക്കുന്നത്? പരിശുദ്ധാത്മാവ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. അതുകൊണ്ട് അവനോട് നമ്മൾ
പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചത് എന്തിനാണ് എന്നുള്ളതാണ്. എന്നോട് വ്യാജം കാണിച്ചെന്നല്ല പത്രോസ് അവിടെ പറഞ്ഞത്, അല്ലെങ്കിൽ അപ്പോസ്തലന്മാരോട് വ്യാജം കാണിച്ചു എന്നുള്ളതല്ല പത്രോസ് പറഞ്ഞത്. പത്രോസ് അവിടെ പറഞ്ഞത് പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആദിമ സഭയിലെ പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം ഒരുപാട് മിറക്കിൾസ്, അത്ഭുതങ്ങളും എല്ലാം നടന്നിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൻ്റെ 51-ാം വാക്യത്തിൽ ഇതിനകത്ത് പറയുന്നുണ്ട്, ഹീ ക്യാൻ ബി റെസിസ്റ്റഡ്, യു ആൾവേസ് റെസിസ്റ്റ് ഹോളി സ്പിരിറ്റ് എന്നാണ് പറയുന്നത്. 5:51 ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലെ ദൈവികമായിട്ടുള്ള പ്രമാണങ്ങളും നല്ല കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഹൃദയങ്ങളിലോട് നമ്മളോട് സംസാരിക്കുമ്പോൾ അതിനെതിരായിട്ട് അല്ലെങ്കിൽ അതിനോട് മറുത്തു നിൽക്കുന്ന ഒരു കൂട്ടം, അവരെ വിളിക്കുന്ന ഇതാണ് സ്റ്റിഫ് നെക്ഡ് എന്ന്. ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്ത, അൺസർക്കംസൈസ്ഡ് ഇൻ ഹാർട്ട് ആൻഡ് ഇയേഴ്സ്, ഹൃദയം രൂപാന്തരപ്പെടാത്തവരെ. നിങ്ങളുടെ പിതാക്കന്മാരും അങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ നിങ്ങളും ഇപ്പോഴും ഈ പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുകയാണോ എന്ന് പറയുന്ന ഭാഗമാണ് അവിടെ കാണുന്നത്. സോ ഹീ ക്യാൻ ബി റെസിസ്റ്റ് എന്നുള്ള ഒരു ഭാഗം നമുക്കിവിടെ കാണുന്നു. മത്തായി 12:31 വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കുകയില്ല. All manner of sin and blasphemy shall be forgiven unto man, but blasphemy against the Holy Ghost, Holy Spirit, shall not be forgiven unto man. അതിനാൽ മനുഷ്യർ പരിശുദ്ധാത്മാവിനോട് പറയുന്ന ദൂഷണം, ബ്ലാസ്ഫമി, ഹിപ്പോക്രസി, അത് ക്ഷമിക്കുകയില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് അവന് എതിരായിട്ട് ഹീ ക്യാൻ ബി ബ്ലാസ്ഫെംഡ്, അവനോട് ആ രീതിയിൽ നമുക്ക് പെരുമാറാനായിട്ട് പറ്റും എന്ന് പറയുന്നുണ്ട്. ആ 32-ാം വാക്യം തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ, ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അവനോട് ക്ഷമിക്കും. മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും. പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കുകയില്ല. പരിശുദ്ധാത്മാവിനെതിരായിട്ട് പറയാനായിട്ട് പാടില്ല എന്നുള്ള ഒരു ടീച്ചിങ്ങാണ് യേശു ക്രിസ്തുവിടെ പഠിപ്പിക്കുന്നത്. കാരണം പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ദൈവം അയച്ച, നമ്മുടെ കൂടെ എന്നും ഇരിക്കാനായിട്ട് ദൈവം അയച്ചൊരു വ്യക്തിത്വമാണ്, ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ഡയറക്റ്റ് ചെയ്യാനായിട്ട്, നമ്മുടെ ആത്മാവിൻ്റെ ഘടകം പരിശുദ്ധാത്മാവായിട്ട് ലിങ്ക് ചെയ്തിരിക്കുകയാണ്. അതിൽ ഈ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്താനായിട്ട് ആഗ്രഹിക്കുന്ന സാഹചര്യത്തിൽ ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഒരിക്കലും റെസിസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഒരിക്കലും അവനോട് എതിര് പറയുകയും അവനോട് കുറ്റം പറയുകയും അല്ലെങ്കിൽ അതൊന്നും ചെയ്യാൻ പാടില്ല. പരിശുദ്ധാത്മാവിൻ്റെ പറഞ്ഞാലോ, ഹൂ എവർ സ്പീക്കത്ത് അഗൻസ്റ്റ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനെതിരെ നമ്മൾ പറയുന്നതൊന്നും ഈ ലോകത്തിൽ മാത്രമല്ല, വരുവാനുള്ള ലോകത്തിൽ. കാരണം ഈ വരുവാനുള്ള ലോകം എന്ന് പറയുമ്പോൾ, വരുവാനുള്ള ലോകത്തിൽ നമ്മുടെ ഈ സ്റ്റേജ് എന്ന് പറയുന്നത് ഗ്ലോറിഫൈഡ് ബോഡീസാണ്, മഹത്വീകരിക്കപ്പെട്ട ശരീരം. അതിൽ പ്രധാനമായിട്ടൊരു ആത്മീയമായിട്ടുള്ള ഒരു ആണ്, നമ്മൾ ആത്മീയരാണ്. യേശുവിനെ പോലെ അല്ലെങ്കിൽ ദൈവത്തെ പോലെ, ദൈവം ആത്മാവാണല്ലോ, അതിൽ ദൈവവുമായിട്ട് ലിങ്ക് ചെയ്ത് നിൽക്കുന്ന ശരീരം എന്ന് പറയുമ്പോൾ ദാറ്റ്സ് എ ഗ്ലോറിഫൈഡ് ബോഡി, ഒരു ആത്മീയ ശരീരമാണ് നമുക്കുണ്ടാകുന്നത്. അതിൽ ആ ആത്മീയ ശരീരത്തിൽ പോലും നമുക്കുള്ള റിവാർഡ്, അല്ലെങ്കിൽ ദൈവം നമ്മൾ പരിശുദ്ധാത്മാവിനെതിരായിട്ട് സംസാരിച്ചാൽ അത് ക്ഷമിക്കുകയില്ല എന്ന് പറയുമ്പോൾ ദൈവം അതനുസരിച്ച് സീരിയസ് ആയിട്ട് നമുക്ക് അതിനുവേണ്ടി ഒരു റിവാർഡ് നമ്മുടെ കുറഞ്ഞു പോകാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരിക്കലും പരിശുദ്ധാത്മാവിനെതിരായിട്ട് സംസാരിക്കരുത് എന്നുള്ള ഒരു വാക്യം കൂടിയാണ് അതിൽ പറയുന്നത്. എബ്രായർ 10:29 സ്ക്രീനിൽ അത് എഴുതി കാണിച്ചിട്ടുണ്ട്. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമത്തെ മലിനം എന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്നവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിപ്പീൻ.
ദ സ്പിരിറ്റ് ഓഫ് ഗ്രേസ് എന്നാണ് പറയുന്നത്. ദ സ്പിരിറ്റ് ഓഫ് ഗ്രേസ്, കൃപയുടെ ആത്മാവ്. ഹീ ക്യാൻ ബി ഇൻസൾട്ടഡ്. ഈ കൃപയുടെ ആത്മാവിനെ നമ്മൾ ഇൻസൾട്ട് ചെയ്താൽ, അത് വേറെ 2-3 കാര്യം കൂടെ ഉണ്ട്. ദൈവത്തിനെ ഉപേക്ഷിക്കുന്നതും ദൈവം നമ്മളെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ അത് മലിനമെന്ന് നിരൂപിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ അതിനകത്തോട് ചേർന്നുണ്ട്. എന്നാൽ അങ്ങനെയുള്ളവർക്ക് ഒരു രക്ഷയ്ക്ക് കാരണമില്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് ഈ സംസാരിച്ച ഭാഗങ്ങളിലെല്ലാം കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെ എന്നേക്കും ഇരിക്കാനായിട്ട് ദൈവം തന്നിരിക്കുന്ന വലിയ അരൂപിയായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. ഈ വ്യക്തിത്വം നമ്മുടെ കൂടെ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാനായിട്ടുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ വരുമ്പോഴേ നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രകാശം കൊടുക്കുകയും അതനുസരിച്ച് യേശു നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോഴേ നമ്മളോടൊപ്പം താമസിക്കുകയും എബോഡി ചെയ്യുകയാണ്, നമ്മുടെ കൂടെ താമസിക്കുകയാണ്. പെർമനൻസ് ഉള്ള നേച്ചറാണ് പരിശുദ്ധാത്മാവിന്. അതിൻ്റെ ദൈവികത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയാം. അപ്പോൾ ഇങ്ങനെ ഈ പരിശുദ്ധാത്മാവ് നമ്മൾ ഒരു പേഴ്സണായിട്ട് നമ്മളെ കൂടെ എപ്പോഴും സഹചാരിയായി നമ്മളെ ഡയറക്റ്റ് ചെയ്യുകയും നമ്മളെ കൂടിരിക്കുകയും, പ്രത്യേകിച്ച് ദൈവവചനമൊക്കെ പഠിക്കുന്ന സമയത്ത് അത് നമുക്ക് മനസ്സിലാക്കി തരികയും നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് വേണ്ട രീതിയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് പ്രസൻറ്റ് ചെയ്യുകയും നമ്മൾക്ക് വേണ്ടതായിട്ടുള്ള നന്മകൾ, അനുഗ്രഹങ്ങൾ ഉയരത്തിൽ നിന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന വാങ്ങിച്ചു തരികയും ഒക്കെ ചെയ്യുന്ന പരിശുദ്ധാത്മാവാണ്. ഇറ്റ്സ് എ ഗ്രേറ്റ് മിസ്റ്ററി അല്ലേ? നമുക്ക് കാണാൻ വയ്യാത്ത ഒരു ആത്മാവിൻ്റെ കാര്യം ഇത്ര പറയാനായിട്ട് എന്താ ഇരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കും. ഇറ്റ്സ് എ ഗ്രേറ്റ് മിസ്റ്ററി. ആ മിസ്റ്ററി ആണെങ്കിലും അത് ദൈവത്തിൻ്റെ മക്കൾക്ക് റിവീൽ ചെയ്ത് ദൈവം കൊടുത്തിട്ടുണ്ട്. ആ ദൈവത്തിൻ്റെ ആഴങ്ങളിൽ പോയി ദൈവത്തിൻ്റെ കാര്യങ്ങളെ നമുക്ക് വേണ്ടി പങ്കുവെച്ച് തരുന്ന വലിയ റെവലേഷൻസ് തരുന്ന പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് ഈ നാളുകളിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ പരിശുദ്ധാത്മാവിനെ കൂടുതലായിട്ട് ആഗ്രഹിക്കണം. ഈ പരിശുദ്ധാത്മാവിലെ നിറയണം. ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ കൂടുതലായിട്ട് വിട്ടുകൊടുക്കണം. കാരണം ആത്മാവിന് എല്ലാ മേഖലകളിലും വർക്ക് ചെയ്യാനായിട്ടുള്ള ഫ്രീഡം നമ്മൾ കൊടുക്കണം. ചില ജീവിതങ്ങളുണ്ട്, ചില ജീവിതങ്ങളിലെ ചില കാര്യങ്ങളൊക്കെ കെട്ടി ബോണ്ടേജിലിരിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. ജീവിതത്തിൻ്റെ ചില ഏരിയാസിലൊന്നും ആ ദൈവത്തിനോ പരിശുദ്ധാത്മാവിനോ വർക്ക് ചെയ്യാൻ വയ്യാതെ ഇരുണ്ടടഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്. പേര് പറയാം, ഞാൻ ക്രിസ്ത്യാനിയാണ്, പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ചിലയിടത്തൊക്കെ ആത്മാവിന് വർക്ക് ചെയ്യാൻ വയ്യാതെ ഹമ്പിളാവാതെ സെൽഫിഷ് നേച്ചർ പൊക്കിക്കൊണ്ട് ഈഗോ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ സ്നേഹിക്കുകയും ചെയ്യുന്നതിലൊക്കെ സ്വാർത്ഥത കാണിച്ചുകൊണ്ട് ഒക്കെ ജീവിക്കുന്ന വ്യക്തിത്വങ്ങൾ എന്നെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് അവിടെ നിന്ന് വർക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ചില കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ അവിടെ നിന്നൊക്കെ ഉള്ളൊരു വലിയ റിലീസ് ഈ ദിവസങ്ങളിൽ വന്നു ചേരുള്ളൂ. അതുകൊണ്ട് ഈ ദിവസങ്ങൾ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഇടയിൽ ഉണ്ട്, ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഈ പരിശുദ്ധാത്മാവ് അതിൻ്റെ ഫുൾനെസ്സിൽ വർക്ക് ചെയ്യാനായിട്ട് അതിനെ ഒന്ന് പെർമിറ്റ് ചെയ്യണം. അപ്പോഴേ കാണാം there will be great miracles and rewards in your life. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും വലിയ അനുഗ്രഹങ്ങളും വന്നു ചേരുന്ന നമുക്ക് കാണാം. ദൈവം കെട്ടി വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുകയാണ്. പക്ഷേ വി ആർ നോട്ട് അക്സെപ്റ്റിങ് ഇറ്റ്. കാരണം ഇത് എന്താണെന്ന് പോലും മനസ്സിലായിട്ടില്ല ഇതുവരെയും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അതിൻ്റെ ശക്തി പ്രാപിക്കാൻ ദൈവം കൃപ തരട്ടെ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് വീണ്ടും ചിന്തിക്കും. കൂടുതലായിട്ട് നമുക്ക് ഈ വരുന്ന എപ്പിസോഡിലൊക്കെ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഇത് നിങ്ങൾ കാണണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ആ ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻ്റ് ഇടണം. അതുപോലെ ആ ബെൽ ബട്ടണ് നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് ഡെയിലി നിങ്ങൾക്ക് കിട്ടുള്ളൂ. അത് നിങ്ങൾ ചെയ്യണം. തീർച്ചയായും ഇത് വലിയൊരു അനുഗ്രഹമാവും. നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ ഹോളി സ്പിരിറ്റ് നിങ്ങൾക്ക് വലിയൊരു വിടുതൽ തരും. അതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിതങ്ങളെ പൂർണ്ണമായിട്ട് ഈ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാനായിട്ട് വിട്ടുകൊടുക്കുക. അത് വലിയൊരു ആവശ്യമാണ്. ചില ഏരിയാസ് നിങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്ത് അടച്ചു വെച്ചിരിക്കുന്നത് ഇന്നൊന്ന് തുറക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ, കർത്താവേ എന്നെ അവിടെ തൊടണ്ട എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നത് അവിടെ ഒന്ന് തൊടട്ടെ, അവിടെ ഒന്ന് ക്ലീൻ ആവട്ടെ, പൂർണ്ണമായിട്ടൊന്ന് വിട്ടുകൊടുക്കട്ടെ. ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതും അതുപോലെ ഇത് യൂട്യൂബ് ചാനൽ കൂടി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള
ദൈവമക്കളെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പരിശുദ്ധാത്മാവിൻ്റെ കാര്യമാണല്ലോ ഞങ്ങൾ ചിന്തിച്ചത്. പരിശുദ്ധാത്മാവ് ആ ഫുൾനെസ്സിൽ അവിടെ ഹൃദയങ്ങളിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ധകാരമുള്ള സ്ഥലങ്ങളിലെ അത് മാറി വെളിച്ചം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പെർവേർട്ടഡ് ആയിരിക്കുന്ന ജീവിതങ്ങളെ കർത്താവെ ഫുൾനെസ്സിലേക്ക് കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ റീകൺസ്ട്രക്റ്റ് ചെയ്യുന്ന ദൈവമാണ്. നിൻ്റെ ആത്മാവ് ചെന്ന് കർത്താവെ ആ വികൃതമായിരിക്കുന്ന ആ സിറ്റുവേഷനെ മാറ്റി ദൈവത്തിന് ഇഷ്ടമുള്ള പ്രസാദമുള്ള സിറ്റുവേഷനാക്കി മാറ്റുന്ന ദൈവമാവുന്നു. ദൈവമേ, നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഈ വ്യക്തിത്വങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാനസികമായിട്ട് കർത്താവെ ആ വലിയ ഒരു പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്ന വ്യക്തികൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. കർത്താവെ, അവിടെ മനസ്സിൽ എന്താണെന്നറിയത്തില്ല, ഉദ്ദേശിക്കുന്നതല്ല ചെയ്യുന്നത്, എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ല ചെയ്യുന്നത്, കിട്ടുന്ന റിസൾട്ട് നെഗറ്റീവാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുന്ന ചില വ്യക്തിത്വങ്ങൾ ഇന്ന് രാത്രിയിൽ ആ വലിയൊരു ഡെലിവറൻസ് നീ അയക്കുന്ന ഓർത്ത് സ്തോത്രം. കർത്താവെ, നിൻ്റെ കരങ്ങളിലേക്ക് ആ വ്യക്തിത്വങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് ചില ആളുകൾ സഹോദരങ്ങളോട് പിണങ്ങിക്കഴിയുന്നവരുണ്ട്. ചില ഒരാവശ്യവുമില്ലാതെ സഹോദരങ്ങളോട് പിണങ്ങിക്കഴിയുന്നവരുണ്ട്. കർത്താവെ, ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കുകയാണ് അവരോട് ചേരുവാനായിട്ട്. എന്തൊക്കെ കർത്താവെ മാനസികമായിട്ടുള്ള കർത്താവെ സെപ്പറേഷൻ ഉണ്ടെങ്കിലും അതെല്ലാം മാറിക്കൊണ്ട് ഒരുമിച്ച് സഹോദരങ്ങളെ സ്നേഹിച്ച് കർത്താവെ മുമ്പോട്ട് പോകാനുള്ള കൃപ ഈ ദിവസങ്ങൾ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു മാനസികമായിട്ട് കർത്താവെ വലിയൊരു ഡെലിവറൻസ്, കർത്താവെ ഒരു സൗഖ്യം ഇന്ന് ഈ രാത്രികാലം അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരോടെങ്കിലും നിരക്കുവാനുണ്ടെങ്കിൽ നിരക്കുവാനായിട്ട് കർത്താവെ ഇടവരുത്തണമേ. സംസാരിക്കാതെ കർത്താവെ ഇരിക്കുന്ന സാഹചര്യങ്ങളെ കർത്താവെ അത് മാറ്റിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈവൻ ഫാമിലി ലൈഫിൽ പോലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ചില പ്രയാസങ്ങൾ മുഖാന്തരം കർത്താവെ പിണങ്ങി കഴിയണം എന്ന് ചിന്തിക്കുന്ന ചില വ്യക്തിത്വങ്ങൾ ഇന്ന് രാത്രിയിൽ അത് ഉപേക്ഷിക്കട്ടെ, ഒരുമിച്ചായി തീരട്ടെ എന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ നിങ്ങളെ വലതുകരം ഈ സ്ക്രീനിലേക്ക് നീട്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്നെപ്പോഴും നിങ്ങൾക്ക് വന്നു ചേരുമെന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാനിവിടെ ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ സ്വന്തമായി തീരും എന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണതയിൽ അവിടെ ഹൃദയങ്ങളിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. തുടർന്ന് നിങ്ങളിത് വാച്ച് ചെയ്യണം. ഇത് നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായിരിക്കും. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.